ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫലൂദ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, അത്ര കഷ്ടമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സബ്ജ സീഡ് വേണം, ഇല്ലെങ്കിൽ ഇതിന് കസ്കസ് എന്ന് പറയും. ഇത് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറാണ് എടുക്കുന്നത്. അത് പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ സേമിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വേവിച്ചിട്ട് എടുത്തു വയ്ക്കാം. പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇനി നമ്മൾക്ക് സബ്ജ സീഡൊക്കെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ആദ്യം ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത്, അതുകൊണ്ട് എല്ലാം കുറച്ച്. ഇപ്പം എത്ര ഗ്ലാസ് വേണോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ എടുക്കാം ഈ സബ്ജ സീഡ്. ഇനി നമ്മുടെ സേമിയ ഉണ്ടല്ലോ അതിടാം. ഈ സേമിയ എന്ന് പറയുന്നത് ഫലൂദ സേമിയ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ സേമിയ ഇട്ടാലും മതി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇടുക, ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാലും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഐസ്ക്രീമും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് എടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഐസ്ക്രീം ഇടുക. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണ്. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.